യഥാർത്ഥ പിണറായി വിജയനെ കോന്നിയിൽ ഇന്നലെ നമ്മൾ കണ്ടു. ആരോ ഒരാൾ ചോദ്യം ചോദിച്ചു. അപ്പൊ യഥാർത്ഥ പിണറായി വിജയൻ പുറത്തു വന്നു. ആ യഥാർത്ഥ പിണറായി വിജയൻ എന്താ പറഞ്ഞേ? വീട്ടിൽ പോയി ചോദിക്കാൻ. പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. ഒരു ബിഷപ്പിനെ വിളിച്ചു നികൃഷ്ടജീവിയെന്ന്. ഇപ്പോൾ നമ്മുടെ ജി സുധാകരനെ വിളിക്കുന്നു ചെറ്റ. എന്നാൽ കോന്നിയിൽ സമ്മേളനത്തിൽ PR ഏജൻസി ഇല്ലായിരുന്നു. PR ഏജൻസി ഉപദേശം, കാരണം ഇതിന് ചെമ്പ് പുറത്തു വരുമല്ലോ എപ്പോഴാണെങ്കിലും. യഥാർത്ഥ പിണറായി വിജയനെ കോന്നിയിൽ ഇന്നലെ നമ്മൾ കണ്ടു. ആരോ ഒരാൾ ചോദ്യം ചോദിച്ചു. അപ്പൊ യഥാർത്ഥ പിണറായി വിജയൻ പുറത്തു വന്നു. ആ യഥാർത്ഥ പിണറായി വിജയൻ എന്താ പറഞ്ഞേ? വീട്ടിൽ പോയി ചോദിക്കാൻ. ഏതോ ഒരു പാവപ്പെട്ട എന്തോ ഒരു ചോദ്യം ചോദിച്ചതാണ്. നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളിൽ ചോദ്യം ചോദിക്കില്ലേ? ഏതോ ഒരു പാവപ്പെട്ടൻ ചോദ്യം ചോദിച്ചപ്പോൾ നീ നിന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. അപ്പൊ PR ഏജൻസി ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. കോന്നിയിൽ വെച്ച് PR ഏജൻസി ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അപ്പൊ യഥാർത്ഥ ചെമ്പ് തെളിഞ്ഞത് അവിടെയാണ്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പൊ തെളിയുന്നുണ്ട്. ഇപ്പൊ എപ്പോഴും PR ഏജൻസിക്ക് കൂടെ നടക്കാൻ കഴിയുമോ? അത് കഴിയില്ല. മോഹൻലാലിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന പിണറായി വിജയൻ എന്നെ കോന്നി വന്നപ്പോൾ നമ്മൾ കണ്ടില്ല. മറ്റ് പത്രമാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന പിണറായി വിജയനെ കോന്നിയിൽ നമ്മൾ കണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് മൈക്കിന് പോലും അദ്ദേഹത്തോട് അമർഷമാണ്. മൈക്കിൽ അദ്ദേഹം പറയുന്ന ഈ കള്ളങ്ങൾ കേട്ട് കേട്ട് മൈക്ക് പോലും അദ്ദേഹത്തോട് പ്രതിഷേധത്തിലാണ്. കേരളത്തിലെ നമ്മളാരും പ്രസംഗിക്കുന്ന മൈക്ക് കേടാവുന്നില്ലല്ലോ. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മാത്രമാണ് ഈ മൈക്ക് കേടാവുന്നത്. എന്താ കാര്യം? ഈ കള്ളം കേട്ട് 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 മൈക്കിന് പോലും പ്രതിഷേധമാണ്. അപ്പോൾ യഥാർത്ഥ പിണറായി വിജയനെ ജനങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തെ MP ആയ പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. ഒരു ബിഷപ്പിനെ വിളിച്ചു നികൃഷ്ടജീവിയെന്ന്. ഇപ്പോൾ നമ്മുടെ ജി സുധാകരനെ വിളിക്കുന്നു ചെറ്റ. ഈ ചെറ്റ പ്രയോഗം ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ടുള്ളതാണ്. ഈ ചെറ്റ എന്ന് വിളിക്കുന്ന ഒരു പ്രയോഗം നവോത്ഥാന നായകന്റെ വേഷം കെട്ടിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇത് പുറത്തു വരുന്ന അതുകൊണ്ടാണ്. യഥാർത്ഥ രൂപവാദം ജി സുധാകരനെ പോലെയുള്ള സുതാര്യമായ രാഷ്ട്രീയം പ്രവർത്തനം നടത്തുന്ന വ്യക്തികളെ ചെറ്റ എന്ന് വിളിച്ച് അദ്ദേഹം ആക്ഷേപിച്ചത് ശരിയാണോ? ജനങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണോ? 63 വർഷത്തെ പാർട്ടി പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ് ജി സുധാകരൻ. അദ്ദേഹത്തെ പോലെ ആളിനെ ചെറ്റ എന്ന് വിളിക്കുക. ഇന്ന് CPMന്റെ സ്ഥിതി എന്താണ്? രാഷ്ട്രീയമായ തകർച്ച നേരിടുകയാണ് CPM. ഇന്ന് തുടർഭരണം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിക്കുന്നത് തുടർഭരണം ഉണ്ടാകരുതെന്നാണ്. അതിന്റെ പ്രതിഫലനമാണ് അമ്പലപ്പുഴയിൽ ജി സുധാകരനിലൂടെ നമ്മൾ കാണുന്നത്, പാലക്കാട് PK ശശിയിലൂടെ കാണുന്നത്, മലമ്പുഴയിൽ സുരേഷിലൂടെ കാണുന്നത്, അതുപോലെ തന്നെ തളിപ്പറമ്പിൽ ഗോവിന്ദനിലൂടെ നമ്മൾ കാണുന്നത്, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.